വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ കൊണ്ടോട്ടി യൂണിറ്റ് SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് മൊമെന്റോ നൽകി ആദരിച്ചു. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ കൊണ്ടോട്ടി യൂണിറ്റ് ഈ വർഷത്തെ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മൊമെന്റോ നൽകി ആദരിച്ചു. എയർ ഇന്ത്യ എക്സ്പ്രസ് അസിസ്റ്റന്റ് പൈലറ്റിനെയും മോട്ടോർ വെഹിക്കിൾ അസിസ്റ്റന്റ് ഇൻസ്പെക്ടറെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. പരിപാടിയുടെ ഭാഗമായി ലഹരിക്കെതിരെ ക്യാമ്പയിനും നടത്തി. കൊണ്ടോട്ടി സുൽത്താൻ പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി കൊണ്ടോട്ടി നഗരസഭാ ചെയർപേഴ്സൺ നിത ഷഹീർ ഉദ്ഘാടനം ചെയ്തു. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമാണ്. ഒരു മേഖലയിൽ ഉയരുക, അല്ലെങ്കിൽ IAS പദവി കിട്ടുക, എൻ്റെ മകനാണ് കിട്ടിയത്. നമ്മുടെ പാരൻസ് ഇപ്പം നിങ്ങളൊക്കെ കുട്ടികളാണ്. ഈ പറയുന്ന നമ്മുടെ വാക്കുകളൊക്കെ ഈ ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ പോകുന്ന തരത്തിലേക്കായിരിക്കും നിങ്ങൾക്ക് ഒരുപക്ഷെ ഉപദേശങ്ങൾ താല്പര്യപ്പെടാത്ത, ഇഷ്ടപ്പെടാത്ത ഒരു പ്രായത്തിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം SLC പഠിക്കുന്ന സമയത്തും ഒരുപാട് ഇങ്ങനെ വ്യാപകമായ മയക്കുമരുന്ന് ആസക്തി മല്ലിടുന്ന സാഹചര്യത്തിൽ ഉപരിപഠന രംഗത്തെ ചതിക്കുഴികൾ തിരിച്ചറിഞ്ഞ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഭാഗമാകാൻ ജാഗ്രത പുലർത്തി ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്ന് വോട്ടേഴ്സ് വോയ്സ് പ്രസിഡന്റ് റസാഖ് കുളങ്ങരത്തോടി മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു. പ്രസിഡന്റ് KP മൊയ്തു ഹാജി അധ്യക്ഷത വഹിച്ചു. സ്വർണ്ണ വ്യാപാരികളുടെ ഉന്നമനത്തിന് വർഷം തോറും നടത്തിവരുന്ന കൊച്ചി അഡലക്സ് കൺവെൻഷൻ സെന്ററിൽ ജൂൺ 27, 28, 29 എന്നീ തീയതികളിൽ കേരള ഇന്റർനാഷണൽ ജ്വല്ലറി എക്സിബിഷൻ സംബന്ധിച്ച് NV പ്രകാശ് വിശദീകരണവും നൽകി. വൈസ് പ്രസിഡന്റുമാരായ P കുഞ്ഞാലൻ ഹാജി, KP ചെറിദ്, മുസ്തഫ പുളിക്കൽ, മൂസ ഹാജി മാട്ര എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ജ്വല്ലറി യൂണിറ്റ് മെമ്പർമാരുടെ മക്കളായ P മുഹമ്മദ് സാബിത്ത് എയർ ഇന്ത്യ എക്സ്പ്രസ് അസിസ്റ്റന്റ് പൈലറ്റിനും മോട്ടോർ വെഹിക്കിൾ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ റഹീസ് എന്നിവർക്കും മൊമെന്റോ നൽകി ആദരിച്ചു.